നമസ്കാരം, വെട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. പറവണ്ണ കടപ്പുറത്ത് കരക്കടിഞ്ഞത് 2 തിമിംഗലങ്ങൾ. പറവണ്ണ ബദാം ബീച്ചിനടുത്ത് 2ഇടങ്ങളിലായാണ് സംഭവങ്ങൾ. വേളാപുരത്ത് ഭാഗത്ത് ഇന്നലെ ഉച്ചയോടെ കരക്കടിഞ്ഞ തിമിംഗലത്തിന്റെ ജഡം രാത്രിയോടെ കുഴിച്ചിട്ടു. ഭക്ഷണം പാർസൽ വാങ്ങാനെത്തിയ യുവാക്കളുടെ അക്രമത്തിൽ ഹോട്ടൽ ഉടമയടക്കം 3 പേർക്ക് പരിക്കേറ്റു. തിങ്കളാഴ്ച രാത്രി 9:30 തിരൂർ മൂച്ചിക്കലിൽ പ്രവർത്തിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് എന്ന സ്ഥാപനത്തിലാണ് അക്രമമുണ്ടായത്. പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. താനൂരിൽ ക്ഷേത്രത്തിലും പള്ളിയിലും ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയ പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടി താനൂർ പോലീസ്. കരുവാരക്കുണ്ട് സ്വദേശി ദാസൻ എന്ന മുത്തുദാസനാണ് പിടിയിലായത്. താനൂർ ഡിവൈഎസ്പി വി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പിടികൂടിയത്. പ്രതിയെ സംഭവസ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കോട്ടയ്ക്കൽ ബസ് സ്റ്റാൻഡ് ഭാഗത്തു നിന്നും തിങ്കളാഴ്ച അർദ്ധരാത്രിയിൽ ട്രിപ്പ് വിളിച്ച് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യവേ വെട്ടൻചീർപ്പ് ഭാഗത്ത് വെച്ച് പിൻസീറ്റിലിരുന്ന് കത്തിക്കൊണ്ട് ഡ്രൈവറുടെ ചെവിക്കും തലയ്ക്കും കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച യുവാവിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വയനാട് ദുരന്തത്തിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട കൂട്ടത്തിൽ തങ്ങളുടെ പ്രിയ വിദ്യാലയങ്ങൾ കൂടി നഷ്ടപ്പെട്ട മക്കൾക്ക് മലപ്പുറം ജില്ലയിലെ തീരദേശ വിദ്യാലയമായ പുറത്തൂർ ഗവൺമെന്റ് UP സ്കൂളിന്റെ കൈത്താങ്ങ്. വയനാട് വെള്ളാർമല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 4B ക്ലാസ്സിലെ ലിഡിയ ടീച്ചറും കുട്ടികളും ഇനി പുറത്തൂർ ഗവൺമെന്റ് UP സ്കൂൾ ഫർണിച്ചറുകൾ നൽകിയൊരുക്കിയ ക്ലാസ് റൂമിലിരുന്ന് പഠിക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് AKRSA കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് യൂണിറ്റ് SIF ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. DSU ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് SIF ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. കേരള NGO യൂണിയൻ സംഘടിപ്പിച്ച സംസ്ഥാന ജീവനക്കാരുടെ മേഖലാ മാർച്ചും ധർണയും തിരൂരിൽ നടന്നു. തിരൂർ റിംഗ് റോഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മേഖലാ മാർച്ചിൽ 1000-ലേറെ ജീവനക്കാർ പങ്കെടുത്തു. നിർമ്മാണം കഴിഞ്ഞ് വീണ്ടും തുടങ്ങാമെന്ന് പറഞ്ഞ് 1 വർഷം മുമ്പ് നിർത്തിയ പാസഞ്ചർ ട്രെയിനുകളെ പണി കഴിഞ്ഞിട്ടും ഈ വഴി കാണാനില്ല. ഓരോ ദിവസവും കൂടി വരുന്ന തിരക്ക് ശ്വാസം മുട്ടിക്കുമ്പോൾ നിർത്തിയ ട്രെയിനുകൾ പുനരാരംഭിക്കണമെന്ന് യാത്രക്കാരുടെ ആവശ്യം റെയിൽവേ കണ്ടില്ലെന്ന് നടിക്കുന്നു. കുണ്ടൂർ ഉസ്താദ് 19ാമത് ഉറൂസ് മുബാറക്കിന് ഭക്തിസാന്ദ്രമായ തുടക്കം. സമസ്ത പ്രസിഡന്റ് സുലൈമാൻ മുസ്ലിയാർ കൊടിയേറ്റിയതോടെയാണ് 4 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് തുടക്കമായത്. തിരൂർ വില്ലേജ് ഓഫീസിൽ നിന്നും പ്രമോഷനായി കളക്ടറേറ്റിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന വില്ലേജ് ഓഫീസർ വി അനുജിത്തിന് വില്ലേജ് സമിതി യാത്രയയപ്പ് നൽകി. മുഖ്യമന്ത്രിയുടെ മെഡലിന് അർഹമായ KK ഷിജിത്തിനെ ജന്മനാട് ആദരിച്ചു. പുതുകുളങ്ങര ALP സ്കൂളിൽ സമന്വയം കേപുരത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങ് താനൂർ DYSP വി ബെന്നി ഉദ്ഘാടനം ചെയ്തു. തിരൂർ ജില്ലാ ആശുപത്രിയിലെ വിവിധ സേവനങ്ങളുടെ ഫീസ് വർദ്ധിപ്പിച്ച നടപടി താൽക്കാലികമായി മാറ്റിവെച്ചു. വിവിധ സംഘടനകൾ പ്രതിഷേധമുയർത്തിയതിനെ തുടർന്നാണ് നടപടി നീട്ടിയത്. വെട്ട ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.